ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയുടെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്വിൻബേൺ, ക്യൂയുറ്റി, ഗ്രിഫിത്ത്, പിന്നെ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെ 4 പോയിൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 4 യൂണിവേഴ്സിറ്റീസിലെ കുറച്ച് നിയമവ്യത്യാസങ്ങൾ, പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ കൊച്ചു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് സ്വിൻബേൺ യൂണിവേഴ്സിറ്റി 1 സ്കിൽ റീടേക്ക് IELTS അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് IELTSൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നമ്മൾ ഫെയിൽ ആവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര മാർക്ക് കിട്ടുന്നില്ല ഫോർ ദ അക്കാഡമിക് എലിജിബിലിറ്റി, അതിനുവേണ്ട ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ 60 ഡേയ്സിനകത്ത് ഒന്നും കൂടെ ആ സെക്ഷൻ ഒറ്റയ്ക്ക് പഠിച്ച് പാസ്സായി കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത് വാലിഡാണ്, അത് സ്വിൻബേൺ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സന്തോഷ വാർത്ത. അപ്പോൾ അതുവഴി നമുക്ക് സമയ ലാഭമുണ്ട്, സ്ട്രെസ്സ് കുറവാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വിൻബേൺ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും. അടുത്തതായിട്ട് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയുടെ GS അപ്രൂവൽ ഫാസ്റ്റർ ആൻഡ് ഈസിയർ ആയിരിക്കും. ഹോല വേൾഡിൽ നമുക്ക് സ്പെഷ്യൽ അപ്രൂവൽസ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാസ്റ്റർ ആൻഡ് ഈസിയർ വേയിലൂടെ നമുക്ക് GS ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി. അത് മാത്രമല്ല, നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ടായിരുന്നു, അത് ഇനി വേവ്ഡ് ഓഫ് ആണ് ഹോല വേൾഡ് സ്റ്റുഡൻസിന്. മൂന്നാമത് ഒരു അട്രാക്ഷൻ പോയിന്റ് കൂടിയുണ്ട്. ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡ് കോസ്റ്റ് ക്യാമ്പസ് ആണ് നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ $1000 ബേഴ്സറി, അത് ഒരു സ്കോളർഷിപ്പ് പോലെ ഗോൾഡ് കോസ്റ്റ് ഏരിയ അവിടുത്തെ കൗൺസിൽ തരുന്നതാണ്. സ്റ്റഡി ഗോൾഡ് കോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗോൾഡ് കോസ്റ്റിലുള്ള എല്ലാ ക്യാമ്പസിലും അത് കിട്ടും. അപ്പോൾ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിക്ക് ഗോൾഡ് കോസ്റ്റിലൊരു ക്യാമ്പസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഗുണകരമായ അപ്ഡേറ്റ് ആണ്. കാറ്റഗറി 2 പ്രദേശത്ത് വരുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് ഗോൾഡ് കോസ്റ്റ്, കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് QUT യൂണിവേഴ്സിറ്റിയുടെയാണ്. QUT നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ഫ്ലെക്സിബിളായിട്ട് ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് QUT. ഒരുപാട് മലയാളി കുട്ടികൾ QUTയിൽ പഠിക്കാനും പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് RMITയിലും കുറച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒത്തിരി കുട്ടികൾ RMITയിലും QUTയും ചൂസ് ചെയ്തിരുന്നു നമുക്കറിയാം. പക്ഷേ QUT കാര്യങ്ങൾ കടുപ്പിക്കുകയാണ്. 6 months എങ്കിലും മച്വറായിട്ടുള്ള ഫണ്ട് വേണമെന്ന് നിർബന്ധം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് QUT. നേരത്തെ അതിൽ റിലാക്സേഷനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ റിലാക്സേഷൻ മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ITRൻ്റെ കാര്യത്തിലും സെയിം ഇയർ ഫയൽ ചെയ്തേക്കുന്ന ITR QUTയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി കുട്ടികളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ QUT സെയിം ഇയർ ഫയൽ ചെയ്ത ITR അക്സെപ്റ്റ് ചെയ്യത്തില്ല. ITRനെ പറ്റി എന്താണ്, ഇൻകം ടാക്സ് റിട്ടേൺ അത് ഫയൽ ചെയ്യുന്നതും GS റിക്വയർമെൻറ്റ്സിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മുടെ എൻക്വയറി ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുമായിരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസ്, അതായത് കാറ്റഗറി 2, കാറ്റഗറി 3 പ്ലേസസിലുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ PR-ലേക്ക് 5 പോയിന്റ് കിട്ടുന്നത് കൂടാതെ സ്റ്റേ ബാക്ക് 1 or 2 years എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ റൂൾ ഇങ്ങനെയാണ്, റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റികൾ, അത് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് റീജിയണൽ ഏരിയയിലാണെങ്കിൽ അവിടെ പഠിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ PR-ന് എക്സ്ട്രാ 5 പോയിൻറ്റ്സിന് എലിജിബിളാണ്. 189, 190, 491 ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് PR ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് 5 പോയിൻറ്റ്സ് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. ഇനി പഠിച്ചു കഴിഞ്ഞ് സ്റ്റേ ബാക്കിൻ്റെ പീരീഡിൽ കൂടി നിങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്, അവിടെ തന്നെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ 1 or 2 years നിങ്ങൾ എലിജിബിൾ ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കാറ്റഗറി ദാറ്റ് യു ആർ സ്റ്റഡിങ് ഇൻ. കാറ്റഗറി 2 ക്യാമ്പസിലാണ് നിങ്ങളെങ്കിൽ 1 year എക്സ്ട്രായും, കാറ്റഗറി 3യിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ 2 years എക്സ്ട്രായും സ്റ്റേ ബാക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ബാക്കിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, പോയി കാണുക. ഇല്ലെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഇത് രണ്ടും കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് PR-ൻ്റെ പോയിൻറ്റ്സും സ്റ്റേ ബാക്കും കൂടാതെ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. പോപ്പുലറായിട്ടുള്ള സ്റ്റഡി ഡെസ്റ്റിനേഷൻസിൽ ഏരിയാസിലാണ് കാറ്റഗറി 1 ലൊക്കേഷൻസ് ആണ് എപ്പോഴും ഏറ്റവും ആദ്യം ഫിൽഡ് ഔട്ട് ആവുന്നത്. നിങ്ങൾക്കറിയാം, ക്യാപ്പിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും സർക്കാരിൻ്റെ ഓപ്പോസിഷൻ അത് സ്റ്റോപ്പ് ചെയ്യുകയും വേറൊരു സംവിധാനമാണ് 80% ഓഫ് ദ ക്യാപ്പിംഗ് അലോക്കേറ്റഡ് സീറ്റ്സ് ഉണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ പ്രയോറിറ്റി 2യിലേക്കായിരിക്കും നിങ്ങളുടെ വിസ പ്രോസസ്സിങ് പോകുന്നത്. അതായത് വിസ പ്രോസസ്സിങ്ങിന് കൂടുതൽ സമയം എടുക്കുമെന്നറിയാം. റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിൽ അത്രയേറെ സീറ്റുകൾ ഫില്ലായിട്ടില്ല ഇപ്പോഴും, അവിടെയാണ് കൂടുതൽ വേക്കൻസികളുള്ളത്. അപ്പോൾ അവിടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ പ്രോസസ്സിങ് ഫാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ജൂലൈ ഇൻടേക്കിലേക്കൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ +2 പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രി പാസ് ഔട്ട് ആയതിനു ശേഷം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പേപ്പർ വർക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം ജൂലൈ ഇൻടേക്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വിസ വരണമെന്നുണ്ടെങ്കിൽ ജൂലൈ ഇൻടേക്ക് ഫോക്കസ് ചെയ്യുന്നവർ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ഇൻടേക്ക് മിസ്സാവാതെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ
കൂടുതൽ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക. ഓസ്ട്രേലിയ ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഇൻഫർമേഷൻ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് എൻക്വയറി ഫോം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.